നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു പിസ്സ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഞാനാണെങ്കിൽ ബേസിന് വേണ്ടി 1 കപ്പ് മൈദയും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഈസ്റ്റും പിന്നെ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിക്കൻ എല്ലാം വറുത്തെടുത്തു. ഒരു 3 മണിക്കൂറൊക്കെ ഞാനാണെങ്കിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബേസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ബേക്കിംഗ് ട്രെയിനിക്കകത്തോട്ട് ഇതെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഫോർക്കിട്ട് നമ്മൾ ആദ്യമേ കുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് നമ്മുടെ പിസ്സ സോസ് എല്ലാം സ്പ്രെഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ചീസൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സവാളയുടെ മുറിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ടൊമാറ്റോസും. അപ്പം നമുക്ക് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ നമ്മൾ ഒറിഗാനോ ചില്ലി ഫ്ലെക്സ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ടി ഒരു പിസ്സ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഭയങ്കര രുചിയായിരുന്നു. അവിടെ നമ്മുടെ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനെങ്കിൽ പിസ്സ കട്ടിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വിഹാൻ കുഞ്ഞിന് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. പിസ്സ വേണമെന്ന് അങ്ങനെ വിഹാൻ കുഞ്ഞിന് കൊടുത്തു. അപ്പോൾ ഞാനാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം. ബൈ ബൈ.